ആഘാതം രാജ്യം പങ്കിടുന്നതിൻ്റെ ദിവസങ്ങളിലാണ് മറ്റൊരു രവിയുടെ സർഗാത്മക പരിസരത്തിൻ്റെ ഔപചാരികമായ ആവിഷ്കാര ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നു. ഞാൻ പഠിച്ച SMB സ്കൂളിൽ വൈകുന്നേരം 3:30 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കളിക്കാറുള്ള കളി ഗോലി കളിയാണ്. വടക്കൊക്കെ ഗോട്ടി എന്ന് പറയുന്ന, നമ്മൾ ഗോലി എന്ന് പറയുന്ന ഗോലി കളി. ഗോലി കളിക്കണമെങ്കിൽ നമുക്കറിയാം 3 കുഴികൾ എടുത്തു വേണം ഗോലി കളിക്കാൻ. 3:30 സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തൊട്ടടുത്ത മാവിൻ ചുവട്ടിലേക്ക് ഓടിച്ചെന്ന് ഗോലി കളിക്കുകയും ഈ കളി കഴിഞ്ഞ് ഗോലികളെല്ലാം വലിയൊരു കുഴിയെടുത്ത് അതിൽ മൂടി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. കാരണം ഗോലിയും കൊണ്ട് വീട്ടിലേക്ക് പോയാൽ വഴക്ക് കിട്ടുമല്ലോ. എല്ലാ ദിവസവും അത് തന്നെ. 3:30 സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ മാവിൻ ചുവട്ടിലേക്ക് ഓടുന്നു, കുഴിയെടുക്കുന്നു, ഗോലി കളിക്കുന്നു, ഗോലി മറ്റൊരു കുഴിയിൽ മൂടുന്നു, വീട്ടിലേക്ക് പോകുന്നു, അടുത്ത ദിവസവും ഇത് ആവർത്തിക്കുന്നു. ഒരു മധ്യവേനൽ അവധിക്കാലത്തിൽ 2 മാസത്തെ അവധിയോടൊപ്പം മഴയും ഒരു തിരഞ്ഞെടുപ്പും ഒക്കെ വന്ന അവധിക്കാലത്തിന്റെ കാല ദൈർഘ്യം നീണ്ടു കഴിഞ്ഞ് സ്കൂൾ തുറന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പരിചിതമായ മാവിൻ ചുവട്ടിലേക്ക് ഓടി ഗോലി കളിക്കാൻ പോയ ഞങ്ങളുടെ മുന്നിൽ അവിടെ ഒരു ചെറിയ കെട്ടിടം ആ സമയത്ത് വന്നിരുന്നു. ഞങ്ങളുടെ മാവിൻ ചുവടും മാവും അപ്രത്യക്ഷമായിരുന്നു. ആ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് തറകൾക്കകത്ത് വല്ലാത്ത വിഷമത്തോടുകൂടി നടന്നുപോയ ഞങ്ങളുടെ ബാല്യങ്ങൾക്ക് വിതുമ്പലുണ്ടായിരുന്നു. കാരണം മണ്ണിനടിയിൽ ഞങ്ങൾ കുഴിച്ചിട്ടിട്ട് 3-4 മാസങ്ങൾക്ക് മുമ്പ് മടക്കയാത്രയ്ക്ക് ഞങ്ങൾ പോയപ്പോ ഞങ്ങൾ ആ മണ്ണിന്റെ ഗർഭത്തിൽ ഉപേക്ഷിച്ച ഞങ്ങളുടെ പളുങ്കു ഗോലികളായിരുന്നു ഞങ്ങളുടെ വിഷമത്തിന് കാരണം. അന്ന് വർക്ക് എക്സ്പീരിയൻസോ മറ്റോ പഠിപ്പിച്ചിരുന്ന കട്ടിമീശയും നിറയെ സ്നേഹവുമുള്ള ഒരു അധ്യാപകൻ ഞങ്ങളിൽ ഒരാളിന്റെ തോളിൽ കൈ വെച്ചിട്ട് പറഞ്ഞ വാക്കുകളാണ് ഓർമ്മകളുടെ മധുരാക്ഷരങ്ങൾ എന്ന രവിയുടെ ഈ ഡോക്യുമെന്ററിയുടെ ഉദ്ഘാടന വേളയിൽ ആദ്യം ഓർമ്മ വന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, നോക്കൂ, ഈ കെട്ടിടത്തിന് ഒരു കാലപ്പഴക്കമുണ്ട്. ഒരു വലിയ മഴയിൽ, ഒരു കൊടുങ്കാറ്റിൽ, ഇന്നത്തെ ഭാഷയിൽ ഓഖി, സുനാമി എന്നിവയിലൊക്കെ തകർന്നു വീഴാവുന്നതേ ഉള്ളൂ ഏത് കോൺക്രീറ്റ് കെട്ടിടവും. പക്ഷെ എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്കോ നിങ്ങൾക്ക് ശേഷം വരുന്ന തലമുറകളിൽപ്പെട്ടവർക്കോ വീണ്ടെടുക്കാൻ പാകത്തിൽ ഈ മണ്ണിന്റെ മരതക ഗർഭത്തിനകത്ത് ഒളിഞ്ഞുകിടപ്പുണ്ടാകും മക്കളെ. നിങ്ങൾ കുഴിച്ചിട്ടിട്ട് പോകുന്ന സൗഹൃദത്തിന്റെയും പാരസ്പര്യത്തിന്റെയും പളുങ്കുകോട്ടികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് വരുന്നവർക്ക് വീണ്ടെടുക്കുവാൻ വേണ്ടി കുഴിച്ചിടുന്ന പളുങ്കു ഗോലികളാണ് ഓർമ്മകൾ. ആ ഓർമ്മകളുടെ മധുരാക്ഷരങ്ങളാണ് ഇവിടെ ദൃശ്യരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. ഇത് നാളുകളിൽ ഈ വേദിയിലുള്ളവരും ഈ സദസ്സിലുള്ളവരും ഒക്കെ ഇല്ലായ്മയിലേക്ക്, മറവിയിലേക്ക് മാഞ്ഞുപോയേക്കാം. ഇനി ഓർമ്മകളിൽ നിലനിന്നാൽ പോലും ഭൗതികമായി മാഞ്ഞുപോകും എന്ന് തീർച്ച. അതിനൊക്കെ അപ്പുറം അവസാനത്തെ യാത്രക്കാർ നമ്മളല്ല എന്ന അടയാളപ്പെടുത്തലുണ്ടല്ലോ. ഈ ഡോക്യുമെന്ററിയുടെ ലക്ഷ്യവും ഇന്ന് പഠിക്കുന്നവർക്കോ ഈ രക്ഷകർത്താക്കൾക്കോ കാണാൻ വേണ്ടിയുള്ളതാണ് എന്ന് കരുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് പണ്ടൊരു അറബിക്കഥയില് വ്യാപാരികൾ സർവവും നഷ്ടപ്പെട്ടു പോയപ്പോ, കൂടും കുടുംബവും സ്വപ്നങ്ങളും എന്തിന് മിഴികളിലെ കണ്ണുനീർ പോലും പറ്റിപ്പോയപ്പോ ഒരു അഭയസ്ഥാനം തേടി യാത്ര ചെയ്ത അറബിക്കഥയിലെ വ്യാപാരികൾക്ക് കാട്ടിലും കടലിലും ദ്വീപിലും മരുഭൂമിയിലും രാവിലും പകലിലും പ്രതീക്ഷയുടെ ഏതെങ്കിലും തുരുത്തു തേടി യാത്ര ചെയ്തുകൊണ്ടേയിരുന്നപ്പോ ഒരു പാതിരാത്രിയിൽ കണ്ണിൽ കുത്തുന്ന ഇരുട്ടത്ത് നടന്ന വഴിയിൽ കാലിൽ കൂർത്ത മുനകളുള്ള കല്ലുകൾ തറച്ചു കയറി ചോരവാർന്നൊഴുകിയപ്പോ കാലിൽ തറച്ച കല്ലുകളൊക്കെ എല്ലാവരും ഊരിയെടുത്ത് താഴേക്കിട്ട് തങ്ങളുടെ യാത്ര തുടർന്നപ്പോ കൂട്ടത്തിൽ പഴങ്കണ്ണുകൊണ്ട് ജീവിതമേറെ കണ്ട ഒരു വൃദ്ധ വ്യാപാരി മാത്രം തന്റെ കാലിൽ തറച്ച കല്ലുകളൊക്കെ ഭാണ്ഡത്തിലേക്ക് എടുത്തിട്ടപ്പോ ഉണങ്ങിയ റൊട്ടിക്കഷ്ണങ്ങൾ മാത്രമുണ്ടായിരുന്ന ആ തുണിസഞ്ചിയിലേക്ക് അദ്ദേഹം കല്ലുകൾ നിക്ഷേപിച്ചപ്പോ മറ്റുള്ളവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിന്റെ ഭ്രാന്ത?
സ്വന്തമായുള്ളതെല്ലാം നഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ പോലും നഷ്ടപ്പെട്ട ഒരു പ്രതീക്ഷയുടെ തുരുത്തു തേടി യാത്ര ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ ഈ കൂർത്ത കല്ലുകൾ ഈ ഇരുട്ടത്ത് ഭാണ്ഡത്തിലിടുന്നത് എന്തിന് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നോക്കൂ, നമ്മൾ അവസാനത്തെ സഞ്ചാരികളല്ല. പ്രതീക്ഷയുടെ ഏതോ തുരുത്തു തേടി സഞ്ചരിക്കുന്നവരുടെ നിര എണ്ണി നോക്കിയാൽ അവസാനത്തെ പേരുകാരല്ലോ നമ്മൾ. നമുക്ക് ശേഷവും വരും കാലങ്ങളിൽ ഇതുവഴിയെ ഒരുപാട് യാത്രികർ. അന്നതിൽ ഒരാളിന്റെ കാലിൽ തറയ്ക്കാനുള്ള, മുറിവുകൾ ഏൽപ്പിക്കാനുള്ള കല്ലൊഴിവാക്കിയാൽ അതാണ് എന്റെ ജീവിത ദൗത്യം. പ്രഭാതമായി സൂര്യനുദിച്ചു, വെയിൽ പരന്നു, എല്ലാവരും തളർന്നവശരായി ഒരിടത്ത് ചെന്നിരുന്നു. തുണിസഞ്ചിയിലെ ഭാണ്ഡത്തിലെ ഉണങ്ങിയ റൊട്ടിക്കഷണങ്ങൾ എടുത്ത് കഴിക്കാൻ തുനിഞ്ഞപ്പോ എല്ലാവരുടെയും തുണിസഞ്ചികളിൽ ഉണങ്ങിയ റൊട്ടിക്കഷണങ്ങൾ ഉണ്ടായിരുന്നപ്പോ ആ വൃദ്ധസഞ്ചാരിയുടെ ഭാണ്ഡത്തിൽ മാത്രം റൊട്ടിക്കഷണങ്ങളോടൊപ്പം കൂർത്ത മൂർച്ചയുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അമൂല്യങ്ങളായ രത്നക്കല്ലുകളായിരുന്നു അവ എന്ന അറബിക്കഥ. പോയ രാത്രിയിലെ കൂരിരുട്ടിൽ അവർ നടന്നത് മൂർച്ചയുള്ള രത്നക്കല്ലുകളുടെ ശേഖര വഴിയിലൂടെയായിരുന്നു എന്ന കഥ അവസാനിക്കുന്നു. നമുക്കൊക്കെ ശേഷം, നിങ്ങൾക്കൊക്കെ ശേഷം വരാനിരിക്കുന്ന തലമുറയിലെ നാളുകളിലെ ശലഭങ്ങൾക്ക് ഓർത്തു പറയുവാൻ ഇതായിരുന്നു ഇന്നലകളിൽ ഈ സ്കൂളിന്റെ ചരിത്ര വഴികൾ എന്നടയാളപ്പെടുത്തുവാൻ കഴിയുകയാണ് നിങ്ങളുടെ ഓർമ്മകളുടെ ഭാണ്ഡത്തിൽ സൂക്ഷിക്കുന്ന ഈ ഡോക്യുമെന്ററിയുടെ രത്നക്കൽ എങ്കിൽ ശ്രീ രവി കോടികളുടെ വിലമതിക്കും ഈ ഓർമ്മകളുടെ മധുരാക്ഷരങ്ങൾക്ക് എന്ന് തീർച്ച.